കല്യാണപ്പല്ലക്ക്. ഉള്ളിൽ തികട്ടിവന്ന ഭയത്താൽ ശ്യാമള നെഞ്ചു കൈവച്ചു. അവരുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയർന്നു. അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമായി വിയർപ്പ് തുള്ളികൾ അവരുടെ നെറ്റിയിലും ചുണ്ടിനു മുകളിലും സ്ഥാനം പിടിച്ചു. മാഷി! ശ്യാമള ശബ്ദമുയർത്തി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞിരുന്നില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അഹിതമായി എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ ശ്യാമളയ്ക്ക് തോന്നി. അതേസമയം വേണുമാഷ് സ്കൂളിൽ നിന്ന് വന്ന ശേഷം വേഷം മാറുവാനായി അകത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അവർ ഓടിപ്പാഞ്ഞ് ഒരുവിധം മുറിയിലെത്തിയെങ്കിലും വേണുമാഷ് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അവർ ഫോണുമായി കുളിമുറിക്ക് പുറത്തു തന്നെ കാത്തു നിന്നു. കുളിച്ചിറങ്ങി തലയും തോർത്തിക്കൊണ്ട് മാഷ് മുറിയിലേക്ക് കടന്നപ്പോൾ കാണുന്നത് ഭിത്തി ചാരി നിറ കണ്ണുകളോടെ നിൽക്കുന്ന ശ്യാമളയാണ്. എന്തു പറ്റി ശ്യാമേ? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? മാഷ് വെപ്രാളത്തോടെ അവരെ നോക്കി ചോദിച്ചു. മാഷെ, ഗംഗയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നേ. അവള് ബ്ലൗസ് വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. ഇതിപ്പോ ഇത്രയും നേരമായില്ലേ? 2-3 മണിക്കൂർ കഴിഞ്ഞില്ലേ അവള് പോയിട്ട്? കുറച്ചു സമയം മുമ്പ് തൊട്ടേ ഞാൻ ഗംഗയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും സ്വിച്ച് ഓഫ് എന്ന് തന്നെയാ പറയുന്നേ. എനിക്കെന്തോ പേടി പോലെ തോന്നും മാഷെ. ശ്യാമളയുടെ വെപ്രാളം കണ്ടപ്പോ മാഷിന്റെ മുഖത്തൊരു ചിരിയാണ് വന്നത്. എന്തിനാടോ ഈ വെപ്രാളവും പേടിയും ഒക്കെ? ചിലപ്പോൾ അവളുടെ ഫോണില് ചാർജ് തീർന്നിട്ടുണ്ടാകും. ഏതു നേരവും അവൾ ആ ഫോണിലല്ലേ? അത് ചാർജ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടാകും. താൻ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? പക്ഷെ വേണുമാഷിന്റെ ആശ്വാസവാക്കുകൾക്കൊന്നും ശ്യാമളയുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന കനൽ കഷ്ണങ്ങളെ തണുപ്പിക്കാനായില്ല. അവരുടെ ഉള്ളം പുകഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് പാട്ടും പാടി ഗായത്രി അവിടേക്ക് വന്നത്. ചെറുചിരിയോടെ അകത്തേക്ക് വന്നവളുടെ മുഖം ശ്യാമളയെ കണ്ടതോടെ മങ്ങി. എന്താമ്മേ, അമ്മ കരഞ്ഞോ? ഗായത്രി ഓടിച്ചെന്ന് ശ്യാമളയുടെ മുഖം കൈക്കുമ്പിളേക്ക് ഓരിയെടുത്തുകൊണ്ട് ചോദിച്ചു. ഇല്ല, നിന്റെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? കണ്ണു തുടച്ച് മുഖത്ത് സ്വാഭാവികത വരുത്തിക്കൊണ്ട് ശ്യാമള പറഞ്ഞു. ആ അമ്മേ, ഞാൻ എന്ത് സഹിക്കും, കള്ളം പറയുന്നു ഒഴിച്ച്. ഗായത്രിക്ക് പണ്ടേ കള്ളം പറയുന്നതും കള്ളം പറയുന്നവരെ ഒന്നും ഇഷ്ടമില്ല. ചിലപ്പോൾ അവൾ ആരോടും കള്ളം പറയാത്തതുകൊണ്ട് തനിക്ക് ചുറ്റുമുള്ളവരും തന്നോട് അങ്ങനെ തന്നെ പെരുമാറണം എന്ന കാഴ്ചപ്പാടുള്ള കൂട്ടത്തിലാണ് അവൾ. എന്താമ്മേ, എന്തിനാമ കരഞ്ഞത്? കാര്യം പറ. മോളെ ഗായോ, ഗംഗ ഉച്ച കഴിഞ്ഞപ്പോ തയ്ച്ചു കഴിഞ്ഞ് ബ്ലൗസ് മേടിക്കാൻ പോയതാ. ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ഒരുവിധം എങ്ങനെയൊക്കെയോ അത്രയും ഗായത്രിയോട് പറഞ്ഞൊപ്പിച്ച് ശ്യാമള. അമ്മ ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയില്ലേ? നോക്കി, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ശ്യാമളയുടെ വായിൽ നിന്നും അതൊക്കെ കേട്ടപ്പോ ഗായത്രിക്കും എന്തോ ഒരു വല്ലായ്മ തോന്നി. അല്പം മങ്ങിപ്പോയ മുഖത്തോടെ അവൾ വേണുമാഷിനെ നോക്കി. പിന്നീട് അവളുടെ കണ്ണുകൾ നേരെ നീണ്ടത് ഹോളിലെ ക്ലോക്കിലേക്കാണ്. സമയം ഏകദേശം 6 മണിയോട് അടുക്കാൻ പോകുന്നു. അവൾ മനസ്സിൽ പറഞ്ഞു. മാഷി, എന്തായാലും നേരെ ഉത്തരയായില്ലേ? എന്റെ അഭിപ്രായത്തിൽ ഇനി അവളെ കാത്ത് നമ്മൾ ഇവിടെ ഇരിക്കണ്ട. നമുക്ക് ആ തയ്യക്കട വരെ പോയി ഒന്ന് അന്വേഷിക്കാം. ശ്യാമള പറഞ്ഞതും വേണുമാഷിനും തോന്നി അത് തന്നെയാണ് ശരിയെന്ന്. അങ്ങനെ അവർ ഇരുവരും ഗായത്രിയെ ജയന്തിയുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് കവലയിലേക്ക് പോയി. കുറേയേറെ സമയം ജയന്തിയുടെ വീട്ടിലിരുന്നിട്ട് ഗായത്രിക്ക് ഇരിപ്പുറിക്കുന്നില്ല. മാഷും ശ്യാമളയും തിരികെ വരാൻ സമയമാകാറായപ്പോൾ ഗായത്രി ജയന്തിയോട് വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് നടന്നു. എന്നാൽ വീട്ടിനകത്തേക്ക് കയറിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അച്ഛനും അമ്മയും ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ലെന്ന്. കുറേ നേരം ഉമ്മറത്തിരുന്ന ഗായത്രി പതിയെ മുകളിലെ റൂമിലേക്ക് നടന്നു. അതേസമയം ആകുലതയോടെ കവലയിലേക്ക് പോവാണ് ശ്യാമളയും വേണുമാഷും. അങ്ങോട്ട് നടക്കുന്ന വഴികളിലൊന്നും ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. രണ്ടുപേരുടെ ഉള്ളിൽ വല്ലാത്ത ഭയം കടന്നുകൂടിയിരുന്നു. അവർ കവലയിലെ ഏക തയ്യക്കടയായ ആരാമം സ്റ്റിച്ചിങ് സെന്ററിലേക്ക് ചെല്ലുമ്പോൾ കടയുടമ ഷട്ടർ താഴ്ത്താൻ തുടങ്ങുന്നതാണ് കണ്ടത്. വേണുമാഷ് പെട്ടെന്ന് ഓടി അവർക്കടുത്തേക്ക് ചെന്നു. അയാൾക്ക് പിന്നാലെ തന്നെ ശ്യാമളയും. സംഗീതേ, കടയുടമയെ ശ്യാമള പതിയെ വിളിച്ചു. ആ, ശ്യാമളേച്ചിയോ? എന്താ ഈ ഈ വഴിക്കൊക്കെ? എന്തെങ്കിലും തയ്ക്കാനോ മറ്റും ഉണ്ടോ? ഏറെ നാൾക്ക് ശേഷം ശ്യാമളയെ കണ്ടതുകൊണ്ട് തന്നെ സംഗീത പരിചയം പുതുക്കുന്ന ഭാവത്തിൽ ചോദിച്ചു. അതല്ല സംഗീതേ, ഉച്ച കഴിഞ്ഞപ്പോൾ ഗംഗ ഇവിടേക്ക് വന്നു. അവളുടെ വിവാഹത്തിനുള്ള ബ്ലൗസ് തയ്ക്കാൻ തന്നോ മേടിക്കാൻ. ആ, ഗംഗ ഇവിടെ വന്നിരുന്നു ചേച്ചി. ബ്ലൗസ് വാങ്ങുകയും ചെയ്തു. പെട്ടെന്ന്
സംഗീതയുടെ നാവിൽ നിന്നും അത് കേട്ടതും ശ്യാമള വേണുമാഷിന്റെ മുഖത്തേക്ക് ഒരുതരം വെപ്രാളത്തോടെ നോക്കി. അവരിരുവരുടെയും മുഖത്തെ ഭാവമാറ്റം കണ്ടതും സംഗീതയ്ക്കും എന്തോ വല്ലായ്മ തോന്നി. എന്തോ ചേച്ചി, എന്താ മുഖമൊക്കെ വല്ലാതായി പോയത്? അത് സംഗീതെ, ഗംഗ ഇതുവരെ വീട്ടിൽ മടങ്ങിയിട്ടേയില്ല. ഞാൻ കരുതിയത് അവൾ സാധാരണ ഇവിടെ വരുമ്പോൾ കുറച്ച് വൈകിയാണ് വീട്ടിലെത്താറ്. ഇവിടെ ഓരോ ഡ്രസ്സുകളും മറ്റും നോക്കി സമയം പോകാറുണ്ടല്ലോ. ഇന്നും അതുപോലെ തന്നെയാണെന്ന് ഞാൻ കരുതിയത്. ഇല്ല ചേച്ചി, ഗംഗ വന്ന് 10 മിനിറ്റിനുള്ളിൽ തന്നെ അവൾ ഇവിടുന്ന് തിരികെ പോകാൻ ഇറങ്ങി. പക്ഷെ അവൾ വീട്ടിലേക്കല്ലല്ലോ വന്നത്. സിറ്റിയിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറുന്ന കണ്ടു. ഇത്തവണ ശ്യാമള ശരിക്കും ഭയന്നു. കടയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ശ്യാമള പെട്ടെന്ന് ഗംഗയുടെ ഫോണിലേക്ക് ഒരു പ്രാവശ്യം കൂടി കോൾ ചെയ്തു. പക്ഷെ ഇത്തവണയും മറുപടി സ്വിച്ച് ഓഫ്. ചതിച്ചല്ലോ ഭഗവതി, ശ്യാമള നെഞ്ചി കൈവച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. കവലയിൽ അങ്ങിങ്ങായി നിൽക്കുന്ന കുറെ അധികം ആളുകളുടെ ശ്രദ്ധ അവരിലേക്കാണെന്നറിഞ്ഞതും വേണുമാഷ് ബോധം വീണ്ടെടുത്ത് പെട്ടെന്ന് തന്നെ കവലയിൽ നിന്ന് ഒരു ഓട്ടോ കൈകാണിച്ചു വിളിച്ചു. ശ്യാമള, നീ കയറ്. ചിലപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയം അവൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ പോലും ശ്യാമളയോട് അപ്പോഴങ്ങനെ പറയാനാണ് വേണുമാഷിന് തോന്നിയത്. താഴെ നിന്നിട്ട് ഒട്ടും ആശ്വാസം തോന്നാതായതോടെ ഗായത്രി മുകളിലെ മുറിയിലേക്ക് നടന്നു. എന്നാൽ മുകളിലെ മുറിയിലേക്ക് കയറി അവളെ വരവേറ്റത് അത്ര സുഖകരമല്ലാത്ത ചില കാഴ്ചകളാണ്. മുറിയിൽ അവിടെ ഇവിടെയായി വാരി വലിച്ചിട്ടിരിക്കുന്ന ഡ്രസ്സും തുറന്നു കിടക്കുന്ന അലമാരിയും ഗായത്രിക്ക് എന്തോ പന്തികേട് തോന്നി. നിലത്ത് കിടക്കുന്ന തുണികൾ ഓരോന്നായി പെറുക്കിയെടുത്തവൾ കട്ടിലേക്ക് ഇട്ടുകൊണ്ട് നേരെ ചെന്നത് അലമാരിക്കടുത്തേക്കാണ്. എന്നാൽ അലമാരയുടെ തുറന്നു കിടക്കുന്ന ലോക്കർ കണ്ടതും ഗായത്രി നെഞ്ചിൽ കൈവച്ചു. ഈശ്വര, ചേച്ചിക്ക് വാങ്ങിയിരുന്ന ആഭരണങ്ങളൊക്കെ ഇതിലല്ലേ ഉണ്ടായിരുന്നത്? അതൊക്കെ എവിടെ പോയി? ഇതൊക്കെ ആരും ഇങ്ങനെ വലിച്ചു വാരി തുറന്നിട്ടത്? ഗായത്രിയുടെ കണ്ണുകൾ റൂമിന്റെ നാലുപാടും പാഞ്ഞു. സങ്കടം കൊണ്ട് അവളുടെ ഉള്ളം വിങ്ങി. ദൈവമേ, അച്ഛനും അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവോ? സ്വർണ്ണമല്ലേ എവിടെ പോയി? അതേ സമയം തന്നെയാണ് സ്വർണം വെച്ചിരുന്ന ലോക്കറിൽ ഒരു വെള്ള പേപ്പർ ഇരിക്കുന്നത് ഗായത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ കയ്യെത്തിച്ച ആ പേപ്പർ എടുത്തു. ഒരു വേള അതിൽ എഴുതി ചേർത്തിരിക്കുന്ന അക്ഷരങ്ങളിലൂടെ ഗായത്രിയുടെ മിഴികൾ സഞ്ചരിച്ചു. വായിച്ചു പാതി എത്തിയപ്പോൾ തന്നെ കണ്ണു നിറഞ്ഞ് ഗായത്രിക്ക് ബാക്കി വായിച്ചു പൂർത്തിയാക്കാൻ കഴിയാതെ പോയി. അച്ഛനും അമ്മയും ഗായു എന്നോട് ക്ഷമിക്കണം. എനിക്കൊരാളെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞ 2 വർഷമായുള്ള പ്രണയം. ഞാൻ ആൾക്കൊപ്പം പോവാണ്. ഒപ്പം എനിക്ക് വേണ്ടി വാങ്ങിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊണ്ടുപോകുന്നു. ഇത്രയുമായിരുന്നു ആ എഴുത്തിലുണ്ടായിരുന്നത്. ഗായത്രിക്ക് കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നിയപ്പോ കട്ടിൽപ്പിടിയിൽ പിടിച്ചുകൊണ്ടവൾ പതിയെ ബെഡിലേക്കിരുന്നു. അപ്പോൾ തന്നെയായിരുന്നു പുറത്തൊരു ഓട്ടോ വന്ന് നിന്നത്. അതൊരിക്കലും ഗംഗയാവില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും മനസ്സിൽ തോന്നിയ നേരിയ പ്രതീക്ഷയോടെ ഗായത്രി താഴേക്ക് ഓടി. പക്ഷെ അവളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഓട്ടോയിൽ നിന്നിറങ്ങിയത് മാഷും ശ്യാമളയുമായിരുന്നു. നന്നായി തളർന്ന ശ്യാമളയുടെ മുഖത്തേക്ക് അല്പനേരം കൊണ്ട് ക്ഷീണിതനായി പോയ അച്ഛന്റെ മുഖത്തേക്കും നോക്കാൻ കഴിയാതെ തല കുണിച്ച് നിന്നുപോയി ഗായത്രി. മോളെ ഗംഗി, മോളെ ഗംഗ വന്നോ? ഗായത്രിയെ കണ്ട മാത്രയിൽ ഓടി വന്ന് അവളെ പിടിച്ചൊലിച്ചുകൊണ്ട് ശ്യാമള ചോദിച്ചു. ഗായത്രിയുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. അമ്മേ, അകത്തേക്ക് വാ. ഓട്ടോ ഡ്രൈവർ തങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടതും ഗായത്രി ശ്യാമളയെ പതിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് അവരും കാണുന്നത് ഗായത്രിയുടെ കയ്യിൽ 4 മടക്കി വെച്ചിരിക്കുന്ന ആ വെള്ള പേപ്പർ. ഇതെന്താ ഈ പേപ്പറിൽ? അതിലെന്തോ എഴുതിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും ശ്യാമള സംശയത്തോടെ അവളെ നോക്കി. ഗായത്രി പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന പേപ്പർ പിന്നിലേക്ക് ഒളിപ്പിച്ചു. അതൊന്നുമില്ല. ശ്യാമളയ്ക്ക് പേപ്പർ കൊടുക്കാതിരിക്കാൻ ഗായത്രി അത് ചുരുട്ടി അടുക്കളയിലേക്ക് എറിഞ്ഞു. ഗായത്രിയുടെ കരഞ്ഞു കലങ്ങിയ മുഖവും ഉലഞ്ഞു പോയതുപോലെയുള്ള നിൽപ്പും കയ്യിലിരുന്ന പേപ്പറും എല്ലാം കൂടിയായപ്പോൾ ശ്യാമളയ്ക്ക് എന്തോ സംശയം തോന്നി. അവർ ഇരുന്നിടത്ത് നിന്ന് വേച്ചു പോയി ആ പേപ്പർ എടുത്തു. അപ്പോഴേക്കും ഓട്ടോ ഡ്രൈവർക്ക് കാശ് കൊടുത്ത് ശേഷം വേണുമാഷ് അകത്തേക്ക് കയറി വന്നിരുന്നു. അമ്മേ, ആ പേപ്പറിങ് തന്നേ. ഗായത്രി നിർബന്ധപൂർവ്വം ശ്യാമളയുടെ കയ്യിൽ നിന്നും വാങ്ങാൻ അത് തുടങ്ങുന്ന നേരത്താണ് മാഷ് അവർക്ക് അടുത്തേക്ക് വന്നത്. എന്താ നിങ്ങൾ 2 പേരും കൂടി അവിടെ? കാര്യം അറിയാനായി മാഷ് ചോദിച്ചു. ഞാൻ വരുമ്പോൾ ഇവളുടെ കയ്യിൽ ഈ പേപ്പർ ഉണ്ടായിരുന്നു. ഞാനിത് എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ചുരുട്ടി ദൂരേക്ക് എറിഞ്ഞു. ഗായു, എന്താ അതില്? ഇങ്ങ് തന്നെ, അച്ഛൻ നോക്കട്ടെ.
മാഷു പറഞ്ഞതും നിലത്ത് കിടന്ന പേപ്പർ എടുത്ത് ശ്യാമളയാണ് വേണുമാഷിന്റെ കയ്യിലേക്ക് കൊടുത്തത്. ഗായത്രി നിന്നുരുകി. അല്പനേരത്തിന് ശേഷം ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ എങ്ങനെ നേരിടുമെന്ന് യാതൊരു അറിവും ഗായത്രിക്ക് ആ നിമിഷം ഉണ്ടായിരുന്നില്ല. ഓടിപ്പോയി ജയന്തിയുടെ വീട്ടിൽ നിന്ന് അവരെ വിളിച്ചുകൊണ്ടുവരാൻ പോലുമുള്ള സമയം അവൾക്ക് ലഭിച്ചില്ല. പേപ്പറിലൂടെ കണ്ണോടിച്ച വേണുമാഷിന്റെ മുഖത്തെ ഭാവങ്ങൾ മാറിമറിഞ്ഞു. അയാളുടെ കയ്യിൽ നിന്നും ആ പേപ്പർ കഷ്ണം നിലത്തേക്ക് വീണു. തളർച്ചയോടെ വേണുമാഷ് അടുക്കളയിലിട്ടിരുന്ന കസേരയിലിരുന്നു. എന്തു പറ്റി മാഷെ? എന്താ? മാഷിന്റെ വെപ്രാളവും പരവേശു എല്ലാം കൂടി കണ്ടതോടെ ശ്യാമള വേഗം അയാൾക്കടുത്തേക്ക് നടന്നു ചെന്നു. അച്ഛാ, വെള്ളം വേണോ? ഗായത്രിയുടെ ശബ്ദം നന്നായി പതിഞ്ഞു പോയിരുന്നു ആ സമയത്ത്. ചോദിക്കുന്നതോടൊപ്പം തന്നെ അവൾ അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് വേണുമാഷ് കരികിലായി വന്നു. എന്താ മാഷ്, തല കറങ്ങുന്നുണ്ടോ? അതെങ്ങനെ? ബിപിയുടെ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞ് ഒരു ശ്രദ്ധയുമില്ല. നിമി നേരം കൊണ്ട് തന്നെ ഗംഗയുടെ കാര്യം പോലും മറന്ന് ശ്യാമള കരുതലോടെ മാഷെ ശാസിക്കാൻ തുടങ്ങി. ഗായത്രി ചുണ്ടോട് ചേർത്ത് പിടിച്ച ഗ്ലാസ്സിൽ നിന്ന് വെള്ളം ഇത്തിരി ഇത്തിരിയായി കുടിക്കുന്നുണ്ടെങ്കിലും വേണുമാഷ് വലങ്കൈ ഉപയോഗിച്ച് ഇടയ്ക്കൊക്കെ നെഞ്ചു തടവുന്നുണ്ട്. അത് കണ്ട് ഗായത്രിക്ക് എന്തോ പന്തികേട് തോന്നി. അച്ഛ, എന്താ അച്ഛ? ആശുപത്രി പോണോ? എന്തെങ്കിലും വയ്യായികയുണ്ടോ? ചോദിക്കുമ്പോൾ ഗായത്രിക്ക് വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ശ്യാമള വേണുമാഷിന്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ സാരിത്തുമ്പുകൊണ്ട് തുടച്ചു. എന്തു പറ്റി മാഷെ? ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് പറയുന്നതോടൊപ്പം തന്നെ നിലത്തേക്ക് വീണുപോയ പേപ്പർ എടുത്ത് നിവർത്തി നോക്കി ശ്യാമള. ഗായത്രിക്ക് തടയാൻ കഴിയും മുമ്പ് അവരത് വായിച്ചു. വലിയൊരു അലറിക്കരച്ചിലോടെ ശ്യാമള നിലത്തേക്ക് പിടഞ്ഞിരുന്നു പോയി. ഈശ്വര, ചതിച്ചല്ലോ അവള്. അവർ കൈവെള്ളിയിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് നിലവിളിച്ചു കരഞ്ഞു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ചാടി എണീറ്റു. മാഷെ, വയ്യേ? നെഞ്ചി വേദനയുണ്ടോ? അവർക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. ഗായു, ആ ഓട്ടോ ഇപ്പൊ പോയിട്ടേ ഉണ്ടാവൂ. നീ പോയി വിളിച്ചിട്ട് വാ. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ശ്യാമള പറഞ്ഞപ്പോ ഗായത്രി മുൻവശം വഴി ഇറങ്ങി മുറ്റത്തേക്ക് ഓടി. പക്ഷെ അപ്പോഴേക്കും ആ ഓട്ടോ പോയി. അകത്തേക്ക് പോലും കയറാതെ ഗായത്രി പിന്നാമ്പുറത്തുകൂടി ജയന്തിയുടെ വീട്ടിലേക്ക് ഓടി. ത്രിസന്ധ്യ നേരത്ത് കരഞ്ഞു വിളിച്ച് ഗായത്രി അവിടേക്ക് ചെന്നതും ജയന്തിയും ഷാജിയും വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്തു പറ്റി ഗായു? എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? നീ എന്തിനാ കരയുന്നത്? ഗായത്രിയുടെ വെപ്രാളവും പരവേശവും കണ്ടതോടെ ജയന്തിയുടെ ശബ്ദം ഇടറി. വീട്ടിൽ അച്ഛന് നെഞ്ചുവേദന. ഗായത്രി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ഷാജി അവരുടെ വീട്ടിലേക്ക് ഓടി. പിന്നാലെ ജയന്തിയും. അപ്പോഴേക്കും ശ്രീനിധിയും ബാലയും വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്താ ഗായു? എന്തിനാ അച്ഛനും അമ്മയും ഓടിയത്? എന്തു പറ്റി? ബാല ചോദിച്ചു. ഗംഗേച്ചി നമ്മളെ ചതിച്ചു. ഒരു അലറിക്കരച്ചിലൂടെ നിധിയുടെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് ഗായത്രി പറഞ്ഞതും കാര്യം മനസ്സിലാവാതെ നിധിയും ബാലയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. തുടരും.